bells. സാരല്ല രേണു, ഞാനിപ്പോൾ തന്നെ പോയി ധാന്യങ്ങൾ കൊണ്ടുവരാം, നീ വിഷമിക്കണ്ട. പാവം, അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കും? എടാ ഭോലു, ആ രാധയൊന്ന് നോക്കിയേ. വീണ്ടും ആളുകളുടെ കയ്യടി നേടാനുള്ള ശ്രമത്തിലാണ്. എനിക്കിവളെ കാണുമ്പോഴേ ദേഷ്യം വരുന്നു. സത്യം പറഞ്ഞടാ കോല, എനിക്കിവളുടെ ഈ നാടകം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോ നോക്കിയാലും നല്ലവളാണെന്ന് കാണിക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടും. അല്ലയോ രാധാ സഹോദരി, ഇന്ന് എനിക്ക് തീരെ സുഖമില്ല. എനിക്ക് ആവശ്യമുള്ള ധാന്യങ്ങൾ കൊണ്ടുവരാനും കഴിഞ്ഞില്ല. എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? അതെ സഹോദരി, എന്തുകൊണ്ടില്ല. കുറച്ചു മുൻപേ വയലിൽ നിന്ന് നല്ല മധുരമുള്ള ധാന്യങ്ങൾ കൊണ്ടുവന്നതേയുള്ളൂ. ഇതാ, കുറച്ച് നീയും എടുത്തോളൂ. രാധകിളി താൻ കൊണ്ടുവന്ന ധാന്യത്തിൽ പകുതിയിലധികവും മീനയ്ക്ക് നൽകുന്നു. ഇത് കണ്ട് അവളുടെ തോഴി രേണുകിളി പറയുന്നു, ഇതെന്താ രാധ, ഇത്രയും ധാന്യം നീ മീനയ്ക്ക് കൊടുത്തോ? നീയും എപ്പോഴും അസുഖമായിരിക്കുന്നതല്ലേ. നമ്മൾ തണുപ്പ് കാലത്തേക്ക് വേണ്ടി ഇതൊക്കെ ശേഖരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നാൽ തണുപ്പ് കാലത്തും നിനക്ക് ഭക്ഷണം തേടി പോകേണ്ടി വരും, അതും അസുഖമുള്ളപ്പോൾ. സാരല്ല രേണു, ഞാനിപ്പോൾ തന്നെ പോയി ധാന്യങ്ങൾ കൊണ്ടുവരാം, നീ വിഷമിക്കണ്ട. പാവം, അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കും? നീ എല്ലാവരെയും സഹായിക്കും രാധ, പക്ഷേ മറ്റുള്ളവർ അത്ര നല്ലവരല്ല. നിനക്കൊരാവശ്യം വരുമ്പോൾ ഇവരാരും നിന്നെ സഹായിക്കാൻ വരില്ല, നോക്കിക്കോ. സാരല്ല രേണു, എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് അവരോട് ഇല്ല എന്ന് പറയാനും പറ്റില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ ദൈവം എന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ശരി, ഞാനിപ്പോൾ പോകുന്നു. ഇരുട്ടുന്നതിന് മുൻപേ ധാന്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. രാധ പറന്നു പോകുന്നു. രാധകിളിയുടെ നല്ല സ്വഭാവം കാരണം മിക്കവാറും എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ രാധയെ വെറുക്കുന്ന ചില കാക്കകളും അവിടെ ഉണ്ടായിരുന്നു. എടാ ഭോലു, ആ രാധയൊന്ന് നോക്കിയേ. വീണ്ടും ആളുകളുടെ കയ്യടി നേടാനുള്ള ശ്രമത്തിലാണ്. എനിക്കിവളെ കാണുമ്പോഴേ ദേഷ്യം വരുന്നു. സത്യം പറഞ്ഞടാ കോല, എനിക്കിവളുടെ ഈ നാടകം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോ നോക്കിയാലും നല്ലവളാണെന്ന് കാണിക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടും. സത്യം, ഇവൾ കാരണം നമ്മൾ എത്ര തവണ കുടുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ രേണുവിൻ്റെ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ ഇവളല്ലേ എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. നമ്മൾ എത്രമാത്രം ചീത്ത കേൾക്കേണ്ടി വന്നു. വാ കോല, ഇന്നിവളോട് നമ്മുടെ അപമാനത്തിന് പകരം വീട്ടണം. അല്ലെങ്കിൽ തന്നെ എനിക്കിവളുടെ ഈ നന്മയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്ത്? അതെ, ഞാൻ റെഡിയാണ്. പക്ഷേ നമ്മളിതെങ്ങനെ ചെയ്യും കൂട്ടാ? അത് വേറെ എങ്ങനെയുമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അവൾ ഇപ്പോൾ ഭക്ഷണം തേടി പോയിരിക്കുകയാണ്. അവളുടെ കൂട്ടിൽ ആരുമില്ല. ബാക്കി കിളികളും അവരവരുടെ കൂട്ടിലില്ല. തണുപ്പ് കാലത്തേക്ക് വേണ്ടി അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യങ്ങളെല്ലാം നമുക്കിവളുടെ കൂട്ടിൽ കൊണ്ടുപോയിടാം. അപ്പോൾ എല്ലാവരും കരുതും മോഷണം പോയതാണെന്ന്. എന്നിട്ട് മോഷണം നടത്തിയത് ആരാ? രാധ തന്നെ, അല്ലാതെ ആര്? കൊള്ളാം, എന്ത് നല്ല പ്ലാൻ. ഇനി നല്ല രസമായിരിക്കും. ആ രണ്ട് ദുഷ്ടന്മാരായ കാക്കകൾ രഹസ്യമായി ചെന്ന് മറ്റുള്ളവരുടെ കൂടുകളിലിരുന്ന ധാന്യങ്ങളെല്ലാം മോഷ്ടിച്ചു രാധയുടെ കൂട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം എല്ലാ കിളികളും തങ്ങളുടെ കൂടുകളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ, അയ്യോ, ഇതെന്താ? എന്റെ ധാന്യങ്ങളെല്ലാം എവിടെ പോയി? എന്തേതും പോയി. ഞാൻ ഒത്തിരി ധാന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ തന്നെ വെച്ചിരുന്നു. അതെല്ലാം എവിടെ പോയി? എന്റെ ഭക്ഷണവും മുഴുവൻ കാണാനില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? എല്ലാവരുടെയും ധാന്യങ്ങൾ ഒരുമിച്ച് എങ്ങനെയാണ് കാണാതായത്? എല്ലാ കിളികളും വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാധകിളിയും അവിടേക്ക് വരുന്നത്. എന്താ പറ്റിയത്? നിങ്ങളെല്ലാവരും ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്താണ്? പറയൂ സഹോദരിമാരെ, എന്താണ് സംഭവിച്ചത്? രാധ, നമ്മളെല്ലാവരും ശേഖരിച്ചു വെച്ച ധാന്യങ്ങൾ മോഷണം പോയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും വലിയ വിഷമത്തിലാണ്. എന്ത്? അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ കാട്ടിൽ എല്ലാവരും സ്നേഹത്തോടെയല്ലേ കഴിയുന്നത്. ഇവിടെ ആര് മോഷ്ടിക്കാനാണ്? ഇപ്പോൾ മോഷണം നടന്നിട്ടുണ്ടല്ലോ രാധ, അതുകൊണ്ട് എല്ലാവരുടെയും കൂടി ചോദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത്? അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ കാട്ടിൽ എല്ലാവരും സ്നേഹത്തോടെയല്ലേ കഴിയുന്നത്. ഇവിടെ ആര് മോഷ്ടിക്കാനാണ്? അതെന്താ പാടില്ലാത്തത്? ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഇതിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. നീ എന്തിനാണ് ഇത്രയധികം എതിർക്കുന്നത്? ഇതെല്ലാം നിന്റെ കൂട്ടിൽ തന്നെയാണോ ഇരിക്കുന്നത്? എന്ത്? ഞാൻ എന്തിനങ്ങനെ
തന്നെ ചെയ്യണം സഹോദരി. നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ പരിശോധിച്ചോളൂ. നമ്മളെല്ലാവരും ഒരൊറ്റ കുടുംബമല്ലേ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുടുംബത്തിനുള്ളിൽ ആരെയും സംശയിക്കാൻ പാടില്ലല്ലോ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ശരി രാധ, എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി നമുക്കൊന്ന് പരിശോധിക്കാം. ചിലപ്പോൾ കള്ളനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. അതെ അതെ, പോകാം. ആദ്യം എൻ്റെ കൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. രാധ മോഷണം നടത്തിയിരുന്നില്ല. അതുകൊണ്ട് അവൾ എല്ലാവരെയും തൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകും. എന്നാൽ എല്ലാവരും രാധയുടെ കൂട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരുടെയും ധാന്യങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നത് കാണുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഇത് ഞാൻ ചെയ്തതല്ല. രാധ, ധാന്യങ്ങൾ നിന്റെ കൂട്ടിൽ നിന്നാണ് കിട്ടിയത്. ഇതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. അല്ല മീന സഹോദരി, എന്നെ സംശയിക്കരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാ ധാന്യവും നിന്റെ അടുത്ത് എങ്ങനെ വന്നു? ഞങ്ങൾ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല രാധ. അപ്പോൾ നീ ഇതുവരെ നല്ലവളായി അഭിനയിക്കുകയായിരുന്നോ? ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും നീ കള്ളം പറയാണോ? നീ ആള് കൊള്ളാമല്ലോ. ഇതെല്ലാം കേട്ട് രാധയ്ക്ക് വലിയ വിഷമം തോന്നുന്നു. അവൾ ദുഃഖത്തോടെ പറയുന്നു, ശരി, ആർക്കും എന്നെ വിശ്വാസമില്ലല്ലോ. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ധാന്യങ്ങൾ തിരികെ എടുത്തോളൂ. അതോടൊപ്പം ഞാൻ ശേഖരിച്ചു വെച്ച ധാന്യങ്ങളും എടുത്തോളൂ. സന്തോഷത്തോടെ ഞാനിത് നിങ്ങൾക്ക് തരാം. ഇനി സ്വന്തം തെറ്റുമറയ്ക്കാൻ നിനക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പറഞ്ഞ് രാധ തന്റെ കൂട്ടിലുണ്ടായിരുന്ന ധാന്യങ്ങളെല്ലാം ബാക്കി കിളികൾക്ക് നൽകുന്നു. എല്ലാ കിളികളും ധാന്യങ്ങളുമായി അവിടെ നിന്നും പോകുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് ദൈവമേ? ഞാൻ മോഷണം നടത്തിയിട്ടില്ലല്ലോ. എന്നിട്ടും എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. സാരമില്ല, ഇനി എനിക്ക് വീണ്ടും ധാന്യങ്ങൾ കണ്ടെത്തണം. അതും വേഗത്തിൽ. അല്ലെങ്കിൽ തണുപ്പ് കാലം വന്നാൽ വലിയ ബുദ്ധിമുട്ടാകും. കുറച്ചകലെ ഒരു ചെറിയ പാടമുണ്ട്. അവിടെ പോകാം. കുറച്ച് ദൂരമാണെങ്കിലും അവിടെ നല്ല ധാന്യങ്ങൾ കിട്ടും. ഇങ്ങനെ ആലോചിച്ച് രാധ പറന്നുപോയി ദൂരെയുള്ള ആ ചെറിയ പാടത്തെത്തുന്നു. അവൾ ഒരു ചെറിയ ഇലയെടുത്ത് അതിൽ ധാന്യങ്ങൾ ശേഖരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതുപോലെ വൈകുന്നേരത്തിന് മുൻപ് 3 തവണയെങ്കിലും പോയി ധാന്യങ്ങൾ കൊണ്ടുവരാം. പക്ഷെ ശരീരം തീരെ സുഖമില്ലാത്തതുപോലെ തോന്നുന്നു. ഈശ്വരൻ കൂടെ ഉണ്ടാകണേ. എനിക്ക് ജോലി കൃത്യമായി ചെയ്യാൻ കഴിയണേ. തൊട്ടടുത്ത് മറ്റൊരു മരത്തിലിരുന്ന ആ 2 ദുഷ്ടന്മാരായ കാക്കകളും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവർ രാധ പറയുന്നതെല്ലാം കേൾക്കുന്നു. അവർ പരസ്പരം പറയുന്നു, എടാ കോല, ഇവൾക്ക് എവിടെ നിന്നാണ് ധാന്യം കിട്ടുന്നത്? അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബാക്കി കിളികൾ നേരത്തെ തന്നെ ധാന്യം ശേഖരിച്ചതാണല്ലോ. ഇവൾ ഇപ്പോഴും നിർത്തുന്നില്ലല്ലോ. ഇവൾ നിർത്തുന്നതുവരെ എനിക്ക് സമാധാനം കിട്ടില്ല. എടാ ഭോലു, അത് അവളുടെ പിന്നാലെ പോയാലേ അറിയാൻ പറ്റൂ. വാ, നമുക്ക് പോയി നോക്കാം. എന്നിട്ട് അവളുടെ വേറെ പണികൾ കൂടി നശിപ്പിക്കാം. ഇത്തവണ രാധയുടെ പിന്നാലെ ആ 2 ദുഷ്ടന്മാരായ കാക്കകളും പുറപ്പെടുന്നു. കുറെ ദൂരം പറന്ന് അവരും ആ പാടത്തെത്തുന്നു. എടാ ഭോലു, നോക്കിയേ, നമുക്ക് ഈ ചെറിയ പാടത്തെക്കുറിച്ച് അറിയില്ലായിരുന്നല്ലോ. അതെ കോല, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇവൾ ഒളിച്ചു വന്ന് ഇവിടെ നിന്നാണല്ലേ ധാന്യം ശേഖരിക്കുന്നത്. ഇവൾ തോൽക്കാൻ തയ്യാറല്ലെന്ന് തോന്നുന്നു. വാ ഭോലു, നമുക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ടുവരാം. എന്നിട്ട് ഇവിടെയുള്ള ധാന്യങ്ങളെല്ലാം അവൾ എടുക്കുന്നതിന് മുൻപേ നമുക്ക് തിന്നു തീർക്കാം. എന്ത് നല്ല ഐഡിയ ആണ് കോല നീ പറഞ്ഞത്. വാ, വേഗം എല്ലാവരെയും വിളിക്കാം. പാവം കൊച്ചു രാധ പതിയെ ധാന്യങ്ങൾ പെറുക്കി ഇലയിൽ വെക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് വലിയ കാക്കകളുടെ ഒരു കൂട്ടം അവിടെ വരികയും ആ ധാന്യങ്ങളെല്ലാം തിന്നാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്താ? ഇവരെല്ലാം എവിടെ നിന്ന് വന്നു? അല്ല രാധേ, ഈ പാടത്ത് നിനക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞങ്ങളും വിശപ്പടക്കാൻ വന്നതാണ്. വരൂ സുഹൃത്തുക്കളെ. അയ്യോ, അങ്ങനെ ചെയ്യല്ലേ. എൻ്റെ ധാന്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കുറച്ച് ധാന്യങ്ങളെങ്കിലും എന്നെ കൊണ്ടുപോകാൻ അനുവദിക്കൂ. നീ വേറെ എവിടെയെങ്കിലും പോ. ഇവിടെ നിനക്കൊന്നുമില്ല. എല്ലാ കാക്കകളും വേഗത്തിൽ ധാന്യങ്ങൾ തിന്നാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ ഇടി മുഴങ്ങുകയും കാർമേഘങ്ങൾ മൂടുകയും ചെയ്യുന്നു. ഇതെന്താ? മഴയും കൊടുങ്കാറ്റും വരുന്നത് പോലെ തോന്നുന്നു. ഏതെങ്കിലും മരത്തിന്റെ മറവിൽ പോയി ഒളിക്കാം. രാധ ചെറിയ കിളിയായതുകൊണ്ട് അവൾ വേഗം ഒരു മരത്തിന്റെ മറവിൽ പോയി ഒളിക്കുന്നു.
എന്നാൽ കോലയും ഭോലുവും പ്രതികാര ചിന്തയിൽ മുഴുകിയിരുന്നതുകൊണ്ട് അവർ കാലാവസ്ഥ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ബാക്കി സുഹൃത്തുക്കൾ കാലാവസ്ഥ കണ്ട് പറന്നു പോകുന്നു. എന്നാൽ ഇവർ പാടത്തെ ധാന്യങ്ങൾ തിന്നുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് ശക്തമായ മഴ തുടങ്ങുന്നു. ഇതെന്താ പോലു? എന്ത് ഭയങ്കര മഴയാണിത്. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? എവിടെ ഒളിക്കും? ഈ കനത്ത മഴയിലും കാറ്റിലും പറക്കാൻ പോലും പാടാണ് കോലെ. ഇനി ഈ മൂലയിൽ തന്നെ ഇരിക്കേണ്ടി വരും. പറന്ന് എങ്ങോട്ട് പോകാനാണ്? വല്ല ഇടിമിന്നലും ഉണ്ടായി നമ്മുടെ ദേഹത്ത് വീണാലോ? എന്ത് തണുപ്പാണ്, എന്ത് മഴയാണ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഇത്രയും ദൂരം വന്നു, ഇപ്പോൾ ഇതാ നനയുകയാണ്. പിന്നല്ലാതെ തണുപ്പ് കാരണം എൻ്റെ ജീവൻ പോകുന്ന അവസ്ഥയാണ്. പാവം കാക്കകൾ മഴയത്ത് പെട്ടുപോകുന്നു. തുടർച്ചയായി 3 മണിക്കൂർ മഴ പെയ്യുന്നു. 2 കാക്കകളും മഴയത്ത് ആകെ നനഞ്ഞു കുതിരുന്നു. കൊച്ചു രാധപോലുവിനെയും കോലയെയും ഇങ്ങനെ വിറയ്ക്കുന്നത് കാണുമ്പോൾ പറയുന്നു, അരേ കോള ചേട്ടാ, ബോലി ചേട്ടാ, നിങ്ങൾ രണ്ടുപേർക്കും വല്ലാതെ തണുപ്പ് പിടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ സുഹൃത്തുക്കളും മഴയത്ത് നനഞ്ചല്ലോ. അതെ, സത്യം. പക്ഷെ നിനക്കെന്താ കാര്യം? നീ ഞങ്ങളെ കളിയാക്കാൻ വന്നതാണോ? അല്ല, അങ്ങനെയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ എൻ്റെ കൂട്ടിലേക്ക് വരൂ. ആ മരത്തിന് താഴെ ജലദോഷം മാറാനുള്ള ചില പ്രത്യേക ഔഷധ ചെടികളുണ്ട്. അവിടെ ചെന്ന് ആ മരുന്നുകളും ഒപ്പം എൻ്റെ കൂട്ടിൽ വെച്ചിരിക്കുന്ന ധാന്യങ്ങളും നിങ്ങൾക്ക് കഴിക്കാം. അത് കഴിച്ചാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കൊച്ചു രാധപോലുവിനെയും കോലയെയും ഇങ്ങനെ വിറയ്ക്കുന്നത് കാണുമ്പോൾ പറയുന്നു, നീ ശരിക്കും ഞങ്ങളെ സഹായിക്കുമോ രാധേ? ഞങ്ങൾ എപ്പോഴും നിന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. അതെ, എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെ സഹായിച്ചുകൂടെ ഭോലാ ചേട്ടാ? കഷ്ടതയിൽപ്പെടുന്ന എല്ലാവരെയും നമ്മൾ സഹായിക്കണമല്ലോ. നിനക്കറിയില്ല രാധേ, പക്ഷേ ഞങ്ങളാണ് മട്ടിക്കിളികളുടെ കൂട്ടിൽ നിന്ന് ധാന്യങ്ങൾ മോഷ്ടിച്ച് നിന്റെ കൂട്ടിൽ കൊണ്ടുവച്ചത്. ഇവിടെയും ഞങ്ങൾ കൂട്ടുകാരെയും കൂട്ടി വന്നത് ധാന്യങ്ങളെല്ലാം തിന്നു തീർക്കാനാണ്, നിനക്കൊന്നും കിട്ടാതിരിക്കാൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും നീ ഞങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? രാധയുടെ സംസാരം കേട്ട് ആ 2 ദുഷ്ടന്മാരായ കാക്കകളുടെയും കണ്ണ് നിറയുന്നു. കോലിയുടെ സംസാരം കേട്ട് രാധ ഒന്ന് ഞെട്ടുന്നു. എങ്കിലും നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ സ്വഭാവമാണ്. സഹായിക്കുക എന്നത് എൻ്റെ സ്വഭാവവും. എനിക്ക് നിങ്ങളെ ഈ അവസ്ഥയിൽ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരും. എന്ത് സത്യാണോ രാധേ? അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് പറയുന്നു. രാധയുടെ വാക്കുകൾ കേട്ട് 2 ദുഷ്ടന്മാരായ കാക്കകൾക്കും തങ്ങളുടെ തെറ്റു മനസ്സിലാകുന്നു. അവർ രാധയോടൊപ്പം പോകുന്നു. എന്നിട്ട് ബാക്കി എല്ലാ കിളികളോടും മോഷണത്തിന് പിന്നിലെ സത്യം വെളിപ്പെടുത്തുന്നു. എല്ലാ കിളികളും രാധയോട് മാപ്പ് ചോദിക്കുന്നു. തുടർന്ന് എല്ലാവരും ചേർന്ന് തണുപ്പുകാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിക്കാൻ പരസ്പരം സഹായിക്കുന്നു. അങ്ങനെ രാധയുടെ ദയ വെറുതെയാകുന്നില്ല. ായ കാക്കകൾക്ക് അവരുടെ ചെയ്തികൾക്കുള്ള ശിക്ഷയും ലഭിക്കുന്നു.